ഉണക്കിയെടുക്കണം. നല്ലോണം ഉണക്കിയെടുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം നല്ലോണം തന്നെ ഉണങ്ങി കിട്ടണം നമ്മുടെ മൈലാഞ്ചി ഇല. അതാ ഞാനിപ്പോൾ നല്ലോണം ഉണക്കിയെടുത്തിട്ടുള്ള മൈലാഞ്ചി ഇലയാണ്. ഇത് ഞാൻ മിക്സിയിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പൊടിയാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലോണം പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള നമ്മുടെ മൈലാഞ്ചി പൊടിയാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പൊടിയാണ് നമ്മളിന്ന് ട്യൂബ് ഉണ്ടാക്കിയെടുക്കാൻ യൂസ് ചെയ്യുന്നത്. മൈലാഞ്ചിയുടെ പൊടി ഞാനിപ്പം ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാര, 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് എസെൻഷ്യൽ ഓയിലാണ് ചേർക്കുന്നത്. യൂക്കാലിപ്റ്റസ് എസെൻഷ്യൽ ഓയിലാണ് ഞാൻ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അതായാലും മതി. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ 1 ടീസ്പൂണ് എസെൻഷ്യൽ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചായ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ചായ വെള്ളം അല്ലെങ്കിൽ ചെറിയൊരു ചൂടുള്ള വെള്ളമായാലും മതി. ഇതിനി കുറേശ്ശെ ആയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തുള്ളി മുകളിലായിട്ട് ചായവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ കവർ ചെയ്തിട്ട് നമ്മളിത് 8 മണിക്കൂർ ഇതുപോലെ തന്നെ വെക്കണം. നല്ലോണം തന്നെ കവർ ചെയ്ത് പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ 8 മണിക്കൂറിന് ശേഷമാണ് നമ്മളിപ്പം ഇത് കാണുന്നത്. ഇനി ഇത് നല്ലോണം തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് നമുക്ക് നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു സമയത്താണ് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാനിതാ പൈപ്പിംഗ് ബാഗാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന പൈപ്പിംഗ് ബാഗാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കവറായാലും മതി. അപ്പം ഞാനിവിടെ പൈപ്പിംഗ് ബാഗാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഷോക്സ് ആണ്. ഈ ഒരു ഷോക്സ് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മൈലാഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇതിൽ കൂടെയാണ് ഇനി നമ്മൾ അരിച്ചെടുക്കാൻ പോകുന്നത്. മൈലാഞ്ചി ഫുള്ളായിട്ട് ഞാനിതാ ഈ ഒരു ഷോക്സിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് കൂട്ടിപ്പിടിച്ചിട്ട് നമുക്കിത് വലിച്ചിട്ട് നമുക്കിതുപോലെ പുറത്തേക്ക് ആക്കണം. അപ്പോൾ ഇതുപോലെ അങ്ങ് വലിച്ചു കൊടുത്താൽ മതി. ചെറിയൊരു ഭാരത്തിൽ അങ്ങ് വലിച്ചു കൊടുത്താൽ മതി. പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മുടെ മൈലാഞ്ചി ആയിക്കോളും. നമ്മുടെ ഷോക്സിൻ്റെ ഉള്ളിൽ നിന്നും ഫുള്ളായിട്ട് മൈലാഞ്ചി ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ട്യൂബ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ട്യൂബ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ ഞാൻ ഇവിടെ സാധനം വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളൊരു ഷീറ്റാണ്. ഇതുപോലത്തെ ഷീറ്റ് നമുക്ക് പുറത്തുനിന്ന് നല്ല ഡിസൈനൊക്കെ ഉള്ളത് പുറത്തുനിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും. വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കവറിൻ്റെ കഷ്ണം നമുക്ക് മതി. കവറ് മുറിച്ചെടുത്തിട്ടുണ്ട്. റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. നീളം കൂടുതലും വീതി കുറവുള്ള ഒരു ഷീറ്റായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പിന്നാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് സെല്ലോ ടാപ്പ് നമുക്ക് വേണം. അപ്പം ഇനി ഇത് മടക്കിയെടുക്കാം. ഇതുപോലെ ഒരു 1/4 ഭാഗം ഈ ഒരു നീളമുള്ള ഭാഗത്ത് നിന്ന് 1/4 ഭാഗം കുറച്ച് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്ത് നമുക്ക് ട്യൂബിൻ്റെ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെയാണോ ഈ ഒരു ട്യൂബിൻ്റെ രീതിയിൽ ആക്കിയെടുക്കാൻ എളുപ്പം എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഇവിടെ സെല്ലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി.